തിരുവനന്തപുരം വിതുരയിൽ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ പരാതിക്കാരി വസന്തയുടെ മൊഴി രേഖപ്പെടുത്തി. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വസന്ത. ഹാൻസ് ഡോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഇതിൽ ചില തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിൽ ഇപ്പോൾ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പരാതിക്കാരി പറയുന്നത്. ആ വിവരങ്ങൾ നൽകാം. സ്വാതി, തിരുവനന്തപുരം വിതുരയിൽ മുട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പരാതിക്കാരി വസന്തയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഈ സംഭവത്തിലെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനായി തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ സത്യൻ കഴിഞ്ഞ ദിവസം വിതുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിലാണ് ഇപ്പോൾ പരാതിക്കാരി കൂടിയായ വസന്തയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ മൊഴിയിൽ ആദ്യം താൻ നൽകിയ കഴിഞ്ഞ 17-ാം തീയതി വസന്ത നൽകിയ പരാതിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മൊഴിയിൽ തന്നെയാണ് ഇപ്പോൾ വസന്ത വീണ്ടും ഉറച്ചു നിൽക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസമൊന്നും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. എന്തായാലും നിലവിൽ വസന്തയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുളികയിൽ നിന്ന് മുട്ടുസൂചി ലഭിച്ചതായി തന്നെയാണ് വസന്ത ഇപ്പോഴും വിതുര പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇത് കേസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് ഇതിലൊരു നിഗമനത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാതി. ഹാൻസ്, എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ്. വലിയ തരത്തിലുള്ള അനാസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു ഗുളികയിൽ മുട്ടുസൂചി ഉണ്ടെങ്കിൽ. ഇതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? സ്വാതി, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 14-ാം തീയതി ആയിരുന്നു. വിതുര താലൂക്ക് ആശുപത്രി ശ്വാസമുട്ടലിനായി പോയ വിതുര സ്വദേശിയായ വസന്തയ്ക്കായിരുന്നു ഇങ്ങനെ എംപോക്സ് എന്ന ഗുളികയിൽ നിന്ന് മുട്ടുസൂചി ലഭിച്ചതായി പരാതി ഉയർന്നത്. ഇതിനെ തുടർന്ന് ഇവർ 17-ാം തീയതി വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും അതിനോടൊപ്പം തന്നെ വിതുര പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ആരോഗ്യവകുപ്പ് നിശ്ചയിക്കുകയും ഈ സംഘത്തിന്റെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഇതിൽ ദുരൂഹത കണ്ടെത്തുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. ഇതിനോടൊപ്പം തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വസന്തയുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ഗുളികകൾ ശേഖരിക്കുകയും ഇതിനോടൊപ്പം തന്നെ വിതരണ കമ്പനിയിൽ നിന്നും അവരുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും അവ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പരിശോധനയിലൊന്നും തന്നെ ആരോഗ്യവകുപ്പിന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിനോടൊപ്പം തന്നെ ഇവരുടെ പരാതിയിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നതായി ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനാണ് ആരോഗ്യവകുപ്പിന് കഴിഞ്ഞത്. ഇതിൽ ഈ ദുരൂഹതയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ഇതിന്റെ ഭാഗമായി തന്നെ വ്യക്തത വരുത്താൻ പോലീസിനായില്ല. അതിനാൽ തന്നെ ആ പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ പൊതുപ്രവർത്തകനായ സത്യൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതിക്കാരെ വസന്തയുടെ മൊഴി രേഖപ്പെടുത്തിയത്. താൻ 17-ാം തീയതി നൽകിയ പരാതിയിൽ തന്നെയാണ് ഇപ്പോഴും വസന്ത ഉറച്ചു നിൽക്കുന്നത്. അതിനാൽ തന്നെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൂടുതൽ പരിശോധനയുടെ ഭാഗമായിട്ട് മാത്രമേ ഗുളികയിൽ മുട്ടുസൂചി ഉണ്ടായിരുന്നോ എന്നൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ നിലവിൽ മൊഴിയുടെയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനും ആരോഗ്യവകുപ്പിനും യാതൊരു വിധത്തിലുള്ള നിഗമനത്തിലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. സ്വാതി. ശരി ഹാൻസ്.